അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ചെറിയ സംശയം. ഇപ്പം ഈ പുളി ഉണ്ടല്ലോ, നമ്മളെ പുളി, അപ്പോൾ ഈ പുളി കൂട്ടുന്നതിനെ പറ്റിയിട്ടാണ്. അതിങ്ങനെ ഓവറായിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പുളിച്ചത് പിന്നെ ബുദ്ധിക്ക് പ്രശ്നം, അതുപോലെ മറവിയുണ്ടാക്കും, അതുപോലെ ദാരിദ്ര്യം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഈ പുളിയുടെ പല ഐറ്റംസും ഉണ്ട്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് പുളി. കാരണം നമുക്ക് എന്ത് കറിയിലും ആണെങ്കിലും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതേമാതിരി പുളിയിഞ്ചി, അതേമാതിരി മിഠായികൾ, ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുളി തിന്നുക, സ്ത്രീകൾക്കൊക്കെ. അപ്പോൾ ഈ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നോമ്പൊക്കെ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇപ്പോൾ ഈ വഴിയോരങ്ങളിലൊക്കെ ഈ സുർക്കയിലിട്ട് വെച്ചത് അതൊക്കെ ഒരു സൈസ് പുളി തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാക്കുക, അതുപോലെ മറവുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടത്, അത് ശരിയാണോ? അതിൽ വല്ല നിജസ്ഥിതി ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് വിശദീകരിക്കും. പുളിയാഹാരമെന്നല്ല, ഏതും അമിതമായാലും അതുപോലെ തന്നെ കൂടുതലായാലും ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കും. പിന്നെ പുളിയാഹാരം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉലമാ. അത് ഓവറായിട്ടും അതുപോലെ തന്നെ വയറ് നിറച്ചോ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത്. അത് പുളിയാഹാരം എന്ന് പറയുമ്പം അത് പുളിയുമായി ബന്ധിച്ചുകൊണ്ടുണ്ടാകുന്ന ഏതൊക്കെയുണ്ട് അതൊക്കെ പെടും. ഇപ്പോൾ പുളിഞ്ചി എന്ന് പറയുന്ന മിഠായികളുണ്ട്, അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പം ഒന്നോ രണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെ സ്ഥിരമായിട്ട് കഴിക്കലും അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുമ്പം അത് ദാരിദ്ര്യം ഉണ്ടാക്കും, അതുപോലെ തന്നെ എൻ്റെ മറവിയ ഉണ്ടാക്കും എന്ന് മാത്രമല്ല, അത് രോഗവും അതുപോലെ തന്നെ പ്രയാസവും വിഷമവും ശരീരത്തിനൊക്കെ ഹാനികരം ഉണ്ടാക്കും, എല്ലാവർക്കും അറിയുന്നത് തന്നെയൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റമദാനിലൊക്കെ രാത്രികളിൽ ഇങ്ങനെ, അല്ല റമദാൻ അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ട്, ഇങ്ങനെ ഈ റോഡ് സൈഡുകളിലൊക്കെ പ്രത്യേകമായിക്കൊണ്ട് ഭരണിയിൽ ഇങ്ങനെ എൻ്റെ നെല്ലിക്ക, അതുപോലെ തന്നെ പൈനാപ്പിൾ, ഇങ്ങനെ മാങ്ങ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല സംഗതികളും ഇങ്ങനെ സുർക്കയിലിട്ടുകൊണ്ട് പുളിയാക്കിയിട്ട് വെച്ചുകൊണ്ട് അങ്ങനത്തെ വസ്തുക്കളുണ്ട്. അപ്പോൾ നോമ്പിന് ഇപ്പോൾ ട്രെൻഡായി മാറി. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ വേണ്ടി, അപ്പോൾ ഇത് ദിവസം ഇങ്ങനെ അതായിട്ട് ഇങ്ങനെ അങ്ങനെ ഡെയിലി പോവുക, അത് പ്രത്യേക ഒരു ആകർഷണീയത ഉണ്ടാകും അതിലൊക്കെ. അപ്പോൾ കഴിച്ചാലും അത് ഒരു അങ്ങനെ വീണ്ടും അപ്പോൾ പിന്നെ ഒരു ആകർഷണീയത, അതാണ് ഇപ്പോൾ കച്ചവടത്തിൻ്റെ ഏറ്റവും കുട്ടൻസ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് കൂടുതലായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ അത് തന്നെ അങ്ങനെ നിത്യമാക്കുക, ഇതൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പുളിയാഹാരം അത് ഏതായാലും അത് നിത്യമായിക്കൊണ്ടും അതുപോലെ തന്നെ കൂടുതലായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാക്കും എന്നുള്ളതും അതുപോലെ തന്നെ അത് മറവിയെ കൂട്ടും എന്നുള്ളതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഉലമാ പറഞ്ഞാൽ. ഇപ്പോൾ സലാഹുദ്ദീനിൽ അതൊക്കെ പറയുന്നുണ്ട്. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും എണ്ണിയിട്ടുണ്ട് ഉണ്ടോ. അതായത് നമ്മൾ വെടിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മറവി ഉണ്ടാക്കും, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. വദഉമൂറൻ തുനീലു സഹ്വ സാഹിബഹ വൽ ഫഖറ ദൗകമാ മറത്തു വമാ ദുസിമാ ഉണ്ടോ. ഇപ്പം നമുക്ക് വെടിയണം, അല്ലെങ്കിൽ നമുക്ക് എന്താകും, അത് മറവി ഉണ്ടാക്കും, അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാക്കും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കദൽ ഹവാമിൽ അക്കലങ്കാന ഔ ഷുർബ ബിൽ ഇത്തിയാദി ഫലാ തകുൻ ബിഹാ ജഇമാ ഉണ്ടോ. പുളിയാഹാരം, ഹവാമിൽ എന്ന് പറഞ്ഞാൽ പുളി ആഹാരങ്ങളാണ്. ആ പുളിപ്പുള്ള ഏതെങ്കിലും ആഹാരങ്ങൾ അത് ബിൽ എത്തിയാതി പതിവായിട്ട് കഴിക്കലും അതുപോലെ തന്നെ വയറ് നിറച്ച് കഴിക്കലും, ഇത് രണ്ടും ദാരിദ്ര്യം ഉണ്ടാക്കും, അതുപോലെ തന്നെ മറവി ഉണ്ടാക്കും എന്നുള്ളതും രണ്ടും ഡേഞ്ചർ തന്നെയാണ്. ദാരിദ്ര്യം നമുക്ക് പ്രയാസമാണ്, മറവി ഇപ്പം ഇന്ന് പറഞ്ഞ് നാളെ ഓർമ്മല്ല, അതുപോലെ ഇപ്പം പറഞ്ഞ് കുറച്ചു നേരത്തിന് ഓർമ്മല്ല എന്ന രൂപത്തിലായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതുകൊണ്ട് മറവി നമുക്ക് പേടിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം ആയതുകൊണ്ട് ഇത് രണ്ടും ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഇത് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ശരീരത്തിന് ഹാനികരം തന്നെ ഉണ്ടാക്കും. ഏതും ഓവറാകാൻ പാടില്ലല്ലോ. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ സമ്പത്തും കാശും പ്രതാപമൊക്കെ ഉള്ള ഒരാൾക്ക് എങ്ങനെ ഇപ്പോൾ എൻ്റെ ദാരിദ്ര്യം ഉണ്ടാകുന്നു ഒക്കെ. ഓൾറെഡി ദരിദ്രനാണ് ഇയാൾ കൂടുതലൊന്നും ഇല്ലാത്ത ഒരാളാണ്.
പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സംഗതിക്കൊന്നും ഇപ്പം അതിന് മാത്രം കാശും തോന്നും വേണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ദായമായിട്ട് കഴിക്കുമ്പോൾ ആൾ ഓൾറെഡി ദരിദ്രനല്ല, അപ്പോൾ പിന്നെ ദാരിദ്ര്യോടെ പിടികൂടാനാ എന്ന് പറയുമ്പം അങ്ങനെയല്ല. അതായത് സമ്പത്തും അതുപോലെ തന്നെ ഇനാവും ഐശ്വര്യമൊക്കെ ഉള്ള ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് ദരിദ്രനായ ഒരാൾക്ക് വീണ്ടും ആ ദാരിദ്ര്യം ഒന്നും കൂടി വരിക, അത് അങ്ങനെ അർത്ഥം വെക്കേണ്ടത് എന്നുള്ളത് മഹാനൈമ സുലൈമാൻ ബുജൈരിമി റഹിമഹുല്ല തുഹ്ഫത്തുൽ ഹബീബ് എന്ന് പേരിൽ അറിയപ്പെടുന്ന അശ്വത്തുൽ ബുജൈരിമിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇക്കന വിശദീകരിച്ചു കൊടുത്തു. ഇതിന് 1-ാം വാള്യം, ഇതിന് 174-ാമത്തെ പേജിലുണ്ടാവും. യൂരിസുൽ ഫക്കർ എവിടെയും പറയുന്നതിന് കുറച്ച് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ യൂരിസുൽ ഫക്കർ ആ ദാരിദ്ര്യം ഉണ്ടാക്കി കളയുമെന്ന് പറയുമ്പം അതിൽ വനീയുണ്ടോ, സമ്പത്തുള്ള ഒരാൾക്ക് ആ ദാരിദ്ര്യം ഉണ്ടാക്കും. ഓക്കെ, അപ്പം അല്ലാത്തവർക്കോ ഔ സിയാദത്തുഹു ലിമൻ ഹുവ ഫക്കീറുൻ ഉണ്ടോ, ഇത് ഓൾറെഡി എന്താണ്, അയാൾ ദരിദ്രനാണ്, അപ്പം അയാൾ പാവപ്പെട്ടവനാണ്, പാവം പിടിച്ചവനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ പറയുന്ന സംഗതി ഒന്നും കൂടി ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഗതി ഒന്നും കൂടിയും ജാസ്തിയായി വരും, കൂടി വരും. അത് ബുദ്ധിമുട്ടന്നല്ലേ. ഇപ്പം നിലവിലുള്ള ദാരിദ്ര്യത്തെക്കാട്ടും കൂടുതൽ ദരിദ്രനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പുളിപ്പ് ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ ആവശ്യത്തിനും അത്യാവശ്യത്തിനൊക്കെ ആവശ്യത്തിന് നമ്മൾ കറിയിലും മറ്റിടത്തൊക്കെ പുളിയിടും, അതല്ലേ ഈ പറഞ്ഞത്. നേരെ മറിച്ച് അങ്ങനത്തെ ആഹാരങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കുക, അത് തന്നെ നിത്യമായിട്ട് ഇങ്ങനെ ചില ആളുകൾക്ക് ഒന്നിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ കഴിക്കുക. അപ്പോൾ ചിലതിലൊക്കെ ഒരു ആകർഷണീയത ഉണ്ടാകും. ഇപ്പോൾ ഇതിൽപ്പെട്ടതാണ് ഈ പറയുന്ന റോഡ് സൈഡിലൊക്കെ കാണുന്ന, ഈ ഭരണിയിൽ കാണുന്ന ഈ പല വർണ്ണത്തിലും അതുപോലെ തന്നെ പല ഭാവത്തിലൊക്കെ, അതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ 1-2 എന്നുള്ള രൂപത്തിലാവുക എന്നല്ലാതെ പതിവായിട്ടത് കഴിക്കാനോ അതുപോലെ തന്നെ അത് കൂടുതൽ കഴിക്കാനൊന്നും പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. സൂക്ഷിക്കുക. അള്ളാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.